നമശിവായ സർവേഷാം സുഖിനോ ഭവന്തു. ഭൈരവ ആസ്ട്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ഏപ്രിൽ 4 ശനിയാഴ്ച ദിവസമാണ്. ഇന്നാണ് ഭൈരവ ആസ്ട്രോവിഷന്റെ ലോഗോ പ്രകാശനം ചെയ്തത്. വേളിമല കുമാരസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ലോഗോ പ്രകാശനം ചെയ്തത്. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കാണുന്നത്. ഇത് തിരുവെങ്കട നയനാട് ക്ഷേത്രം ആലച്ചുവടി എന്ന ഗ്രാമത്തിൽ കന്യാകുമാരി ജില്ലയിൽ കൽക്കുളം താലൂക്കിൽ വില്ലുക്കുറി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. ഏകദേശം 1250 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിമധ്യയാണ്. വളരെ മനോഹരമായ പ്രകൃതിരമണീയമായ ഗ്രാമപ്രദേശമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും കിടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വഴിമധ്യയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യ ഇവിടെ വിശാലമായൊരു നെൽപ്പാടം നിങ്ങൾക്ക് കാണാം. സഹ്യപർവ്വതത്തിന് താഴ്വരയിലായിട്ടാണ് വിശാലമായ ഈ നെൽപ്പാടം. ഈ നെൽപ്പാടത്തിന് സമീപത്തായിട്ടാണ് തിരുവെങ്കട നയനാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ ഓഫ് റോഡാണ്, വാഹനമൊക്കെ ഇതുവരെ ഏകദേശം എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വരുന്നവർ മെയിൻ റോഡിൽ വണ്ടി ഒതുക്കിയിട്ട് നടന്നു വരുന്നത് നന്നായിരിക്കും. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരം ഉണ്ട് ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഇവിടെ സമീപത്തായിട്ടാണ് ക്ഷേത്രം എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ വഴിയെ നമുക്ക് കാണാം. ആലങ്കുടി തിരുവെങ്കട നയനാട് ക്ഷേത്രത്തിലേക്കുള്ള വഴിമധ്യയാണ്. ഇവിടെ ഏകദേശം അടുത്താണ് ക്ഷേത്രം. സഹ്യപർവ്വതത്താൽ ചുറ്റിപ്പെട്ട കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഈ രണ്ടു വശത്തും സഹ്യപർവ്വതത്തിന്റെ നിരകൾ കാണാം. ഇതിന് നടുവിലായിട്ട് ധാരാളം കൃഷിസ്ഥലങ്ങൾ, കൃഷി പണികളൊക്കെ ഇവിടെ നടന്നു വരുന്നു. കൃഷിസ്ഥലങ്ങളുണ്ട്. കുറച്ച് അപ്പുറത്ത് മാറി ചെങ്കൽ നിർമ്മിക്കുന്ന ചൂള കാണാം നിങ്ങൾക്ക്. ഇഷ്ടിക നിർമ്മിക്കുന്ന സ്ഥലമാണ്. വളരെ പ്രകൃതിരമണീയമായ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. കൃഷിയാണ് കൂടുതൽ ഇവിടെ ജനങ്ങൾ ചെയ്യുന്നത്. ഇവിടെ മനോഹരമായ സ്ഥലം, നല്ല കാറ്റുമൊക്കെയുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇവിടെയാണ് നമ്മൾ തിരുവെങ്കട നയനാട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ബാക്കി കാഴ്ചകൾ ക്ഷേത്രത്തിലെത്തി നമുക്ക് കാണാം. സനാതന സംസ്കാരം ലോക സംസ്കാരത്തിന് മുന്നിൽ വെന്നിക്കൊടി പാറിച്ചു നിൽക്കുന്നത് ക്ഷേത്രങ്ങളിലൂടെയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് തമിഴ്നാട് ദേശത്ത് കന്യാകുമാരി ജില്ലയിലെ വില്ലുക്കുറി എന്ന ഗ്രാമത്തിലെ ആലങ്കുടി എന്ന ദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന തിരുവെങ്കട നയനാർ ക്ഷേത്രത്തിലാണ്. ഏകദേശം 1250 വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യരാജാക്കന്മാർ പണി കഴിപ്പിച്ചതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ക്ഷേത്രം. ഇന്ന് ഇത് തകർന്നടിഞ്ഞ നിലയിലാണ് കാണുന്നത്. ഇവിടെ ഗണപതി, വിഷ്ണു, മഹാദേവൻ എന്നീ 3 പ്രതിഷ്ഠകളാണ് ഉണ്ടായിരുന്നത്. ചേര രാജാക്കന്മാരാണ് പാണ്ഡ്യരാജാക്കന്മാരിൽ നിന്നും പിന്നീട് ഈ ക്ഷേത്രം ഭരിച്ചിരുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആലങ്കുടി എന്ന ഈ ദേശത്ത് ഏകദേശം 1200ഓളം ജനങ്ങൾ, കുടുംബക്കാർ താമസിച്ചിരുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെയൊന്നും ആൾക്കാർ വളരെ കുറവാണ്. ഇവിടെ ഇഷ്ടികയൊക്കെ നിർമ്മിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് ചുറ്റും കാണുന്നത്. തികച്ചും ഒരു ഉൾഗ്രാമമാണ് ഈ ദേശം. വളരെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു സുന്ദരമായ ദേശം. നമ്മുടെ സഹ്യപർവ്വതത്തിന്റെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരാൻ മൺപാതയാണുള്ളത്. വാഹനങ്ങൾ കഷ്ടിച്ച് ഇവിടെ കടന്നു വരും. ഇന്ന് തകർന്നടിഞ്ഞ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം ഇന്ന് നമ്മുടെ ബാലാലയത്തിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ദ്രനും സപ്തർഷികളും നിത്യേന പൂജിച്ചിരുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു മതപാഠശാല ഉണ്ടായിരുന്നതായിട്ടും ചരിത്രം പറയുന്നുണ്ട്. പിൽക്കാലത്ത് ഏതോ കാരണത്താലായിരിക്കാം ഇവിടം ഇങ്ങനെ നശിച്ചു പോയത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് വ്യക്തമായിട്ട് അറിയുന്നില്ല. പക്ഷേ വളരെ ജീർണിച്ച അവസ്ഥയിലാണ് ഇന്ന് ഈ ക്ഷേത്രം കാണുന്നത്. ഇവിടെ കന്നിമൂലയിലായിട്ടാണ് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയൊരു ക്ഷേത്രമാണ് കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതി ക്ഷേത്രം. അതിന് തൊട്ടടുത്തതായിട്ട് ഇവിടെ കാണുന്നത് വിഷ്ണു ക്ഷേത്രമാണ്. വട്ടശ്രീകോവിലാണ് മഹാദേവനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. തിരുവെങ്കട നയനാർ എന്നറിയപ്പെടുന്നത് മഹാദേവന്റെ ഒരു പ്രതിഷ്ഠയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിത്യപൂജ ഉള്ളതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. പൂജയുടെ അവശേഷിപ്പുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വളരെ മനോഹരമായി ഈ സ്ഥലം പുനരുദ്ധരിക്കുന്നതിന് സർക്കാർ ഇന്ന് എടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അഭിനന്ദനാർഹമാണ്. വളരെ ചരിത്രത്തിൻ്റെ ഇതുപോലുള്ള അവശേഷിപ്പുകൾ, ചരിത്രത്തിൻ്റെ ഇതുപോലുള്ള ഭാഗങ്ങൾ എന്നും വരും തലമുറയ്ക്ക് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതും സംരക്ഷിക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ്.
ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഏവരും വരിക. ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക്, വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഭൈരവാഷ്ടമിഷനിലൂടെ ഞങ്ങളുടെ ലക്ഷ്യവും ഇത് തന്നെയാണ്. ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഏവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം.